നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷയിന്മേൽ ഇന്ന് വാദം നടക്കും. ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടായേക്കും. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നിവർക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുക. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, പ്രതികൾക്കെതിരെ തെളിഞ്ഞത് കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കഠിനമായ വകുപ്പുകളാണ്. അവർക്ക് എത്തരത്തിലുള്ളൊരു ശിക്ഷ, ഒരു കഠിന ശിക്ഷ തന്നെ പ്രതീക്ഷിക്കാമോ? എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? അമൽ, ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള 6 പ്രതികൾക്കും പരമാവധി ശിക്ഷ 20 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ ജീവപര്യന്തം കഠിന തടവ് ലഭിക്കാനുള്ള ഒരു സാധ്യത തന്നെയുള്ള അത്തരത്തിലുള്ള കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ നിലവിൽ തെളിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ബലാത്സംഗം, കൂട്ടബലാത്സംഗം, ഒപ്പം തന്നെ ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, ഒപ്പം അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ഈ 6 പ്രതികൾക്കെതിരെയും തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ, ഇതിന്മേലുള്ള വാദം തന്നെയാണ് ഇന്ന് നടക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും ഉൾപ്പെടുത്തിയുള്ള പരമാവധി ശിക്ഷ തന്നെ കഠിന തടവ് തന്നെ, ജീവപര്യന്തം കഠിന തടവ് തന്നെ നൽകണമെന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുമ്പോൾ പ്രതിഭാഗം ഏറ്റവും കുറഞ്ഞ ശിക്ഷ തന്നെ ആണ് നൽകേണ്ടതെന്നും ഇവരാരും ഈ ബലാത്സംഗ കുറ്റം ചെയ്തിട്ടില്ല, നേരിട്ട് ഇത്തരത്തിൽ കൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും പ്രതിഭാഗം ബോധിപ്പിക്കുകയും ചെയ്യുക. അത്തരത്തിൽ 2 പക്ഷത്തിന്റെയും വാദങ്ങൾ, ശക്തമായ ഒരു പ്രതിവാദങ്ങൾ തന്നെയാണ് ഇന്ന് പ്രധാനമായും കോടതിയിൽ നടക്കുകയും ചെയ്യുക. അതിനുശേഷം ഒരുപക്ഷെ കോടതി ഇന്ന് തന്നെ പ്രതികൾക്കുള്ള ശിക്ഷാവിധി പറയുകയോ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യും. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇതിലെ വിധിന്യായത്തിലെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അതും ഏറ്റവും പ്രസക്തമാണ്. നടൻ ദിലീപ് അടക്കമുള്ള ആളുകളെ, ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ആളുകൾ എങ്ങനെയാണ് കുറ്റവിമുക്തരായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിധിന്യായത്തിൽ കൃത്യമായി തന്നെ കോടതി ബോധിപ്പിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രസക്തമായ ഏതെല്ലാം തരത്തിലാണ് പ്രോസിക്യൂഷന് വീഴ്ചകൾ വന്നിരിക്കുന്നത്, എന്തെല്ലാം കൊണ്ടാണ് ഈ ഗൂഢാലോചന തെളിഞ്ഞില്ല എന്ന് കോടതിക്ക് അനുമാനിക്കേണ്ടി വന്നത് എന്നത് കാര്യങ്ങളെല്ലാം തന്നെ വിധിന്യായത്തിൽ പൂർണ്ണമായും തന്നെ വ്യക്തമാക്കുകയും ചെയ്യും. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഈ വിധി കേൾക്കാൻ ആകാംക്ഷയോടെ നിന്നിരുന്ന അതേ സ്ഥലത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നടൻ ദിലീപിന്റെ വീടിന് മുന്നിൽ, പത്മസരോവരത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. അതേ ആകാംക്ഷ, അല്ലെങ്കിൽ എന്തുകൊണ്ട് വീണ്ടും അതൊരു ചർച്ചയാകുന്നു നടൻ ദിലീപ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയാണ് കോടതിയുടെ ഈ ഒരു അന്തിമ വിധി വന്നപ്പോൾ ദിലീപ് അടക്കമുള്ള ആളുകൾ ഗൂഢാലോചന കേസ് തെളിയിക്കാൻ കഴിയാതെ പോയത് എന്നത് വിധിന്യായത്തിൽ വ്യക്തമാകുമ്പോൾ പ്രോസിക്യൂഷന്റെ വീഴ്ചകളും ഒപ്പം തന്നെ കണ്ടെത്തിയ തെളിവുകളുടെ അപര്യാപ്തതയും എല്ലാം തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായും ചർച്ചയാവുക. കാരണം നിലവിൽ ശാസ്ത്രീയ തെളിവുകൾ, ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളെല്ലാം കൃത്യമായി തെളിയിച്ച് തന്നെ മുന്നോട്ട് പോയി മൊഴികളടക്കം ശക്തമാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ച അതേ ഘട്ടത്തിൽ തന്നെയാണ് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പൂർണ്ണമായും തന്നെ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത്. നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ വിധിന്യായം വന്നതിന് ശേഷം ഇനി ഏറ്റവും പ്രധാനം എവിടെയെല്ലാം പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, എവിടെയെല്ലാമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പാകപ്പിഴകൾ അന്വേഷണ സംഘത്തിന് ഉണ്ടായിട്ടുള്ളത്, കോടതി എന്തുകൊണ്ടാണ് അന്തിമമായി അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത്, ഇതിൽ ഗൂഢാലോചന നടത്തിയതായി ദിലീപ് നേരിട്ട് പങ്കെടുത്തതായി, കാരണം ഇവരെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളില്ല എന്നതായിരുന്നു പ്രതിഭാഗം ബാധിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. അതായത് 1-ാം പ്രതി പൾസർ സുനിയും 8-ാം പ്രതി ദിലീപുമായി നേരിട്ട് ഗൂഢാലോചന നടത്തി എന്നതിന് കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന വാദം പ്രതിഭാഗം ഉയർത്തിയിരുന്നു. ഏതെങ്കിലും ചിത്രങ്ങളുടെയോ ദൃശ്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ, അതായത് പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു അനുമാനത്തിൽ എത്താൻ കഴിയില്ല എന്ന കാര്യമായിരുന്നു പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. കാരണം പ്രോസിക്യൂഷൻ ഉയർത്തിയത് ദിലീപിന്റെ സിനിമകളുടെ ചിത്രീകരണ വേളയിൽ അവിടെയെല്ലാം പൾസർ സുനി എത്തിയിരുന്നു. അതിൽ ചിലതിന്റെ പശ്ചാത്തലത്തിൽ പൾസർ സുനിയുടെ ചിത്രങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചാത്തലത്തിൽ ആ ചിത്രങ്ങൾ ദിലീപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിയതാണ് എന്നതടക്കമുള്ള വാദങ്ങൾ ഉയർത്തി. എന്നാൽ ഇതൊന്നും ശക്തമായ ഒരു വാദഗതികളല്ല എന്നതായിരുന്നു പ്രതിഭാഗം മറുഭാഗത്ത് ഉയർത്തിയ പ്രതിവാദം എന്ന് പറയുന്നത്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആണ് കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിധിന്യായത്തിൽ ഇതെല്ലാം കീറിമുറിച്ചുള്ള അല്ലെങ്കിൽ ഇഴകീറിയുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കാരണം 8-ാം തീയതി വിധി പറയുമ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രം എടുത്തതിന് ശേഷം 4 പ്രതികൾ കുറ്റക്കാരല്ല എന്നും 6 പ്രതികൾ കുറ്റക്കാരാണ് എന്നും മാത്രം പ്രസ്താവിച്ചുകൊണ്ടായിരുന്നു അന്ന് കോടതി നടപടികൾ അവസാനിച്ചത് എന്നതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന വാദപ്രതിവാദങ്ങൾ അത് ഏറ്റവും പ്രധാനമാണ്. കാരണം അതിൽ
കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ തങ്ങൾക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് പ്രതിഭാഗം പറയുന്നത്. കാരണം നിലവിൽ ഇതിൽ പങ്കെടുത്തു എന്ന് കോടതി കണ്ടിരിക്കുന്ന ആളുകളൊന്നും തന്നെ ഇതേ കുറ്റങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ശിക്ഷ പരമാവധി കുറഞ്ഞ ശിക്ഷ മാത്രമേ പരിഗണിക്കാവൂ എന്ന കാര്യം ശക്തമായി വാദിക്കുകയാണ് പ്രതിഭാഗം. ശരി ജിജീഷ്, നമുക്ക് രേഷ്മ കൂടി ചേരുന്നുണ്ട്. രേഷ്മ, ശിക്ഷ പ്രഖ്യാപിച്ച ശേഷം വിധിപ്പകർപ്പ് ലഭിക്കും. ദിലീപ് അടക്കമുള്ളവരെ എന്തുകൊണ്ട് കുറ്റവിമുക്തരാക്കിയെന്നത് ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഈ ഉത്തരവ് പുറത്തു വന്നാൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുമെന്നും ഒരു വിവരം കൂടിയുണ്ട്. വിവരങ്ങൾ രേഷ്മ. അമൽ, അതായത് ഈ ശിക്ഷാവിധി പ്രഖ്യാപിച്ച ശേഷം അതിന്റെ പകർപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ ദിലീപിനെ എന്ത് കാരണത്താലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് വെറുതെ വിട്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ. എന്തായാലും 11 മണിക്ക് തന്നെ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഹണി എം വർഗീസ് ഇത് സംബന്ധിച്ച് ഇന്ന് ശിക്ഷയിന്മേൽ വാദം കേൾക്കും. ആദ്യഘട്ടത്തിൽ, അതായത് 10 മണിക്കുള്ളിൽ തന്നെ ജയിലിൽ ഉള്ള പ്രതികളെ ഇവിടേക്ക് കൊണ്ടുവരും, കോടതിയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം കോടതിയിൽ ഈ കേസ് ആദ്യം തന്നെ പരിഗണിക്കും. ഒപ്പം തന്നെ പ്രതികളുടെ വാദങ്ങളും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ വാദങ്ങളും കേൾക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ ശിക്ഷയിന്മേലുള്ള വാദം എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷന് ഏതു വിധത്തിലാണ് ഈ പ്രതികൾക്ക്, കുറ്റം തെളിഞ്ഞിട്ടുള്ള പ്രതികൾക്ക്, കുറ്റക്കാരായിട്ടുള്ള പ്രതികൾക്ക് ശിക്ഷ നൽകേണ്ടത്. ഈ ഒരു കേസിൽ ചുമത്തപ്പെട്ട വകുപ്പുകൾ പ്രകാരം, കുറ്റങ്ങൾ പ്രകാരം പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഇരട്ട ജീവപര്യന്തമാണ്. കുറഞ്ഞത് 20 വർഷം കഠിന തടവുമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നുള്ളൊരു ആവശ്യമായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വയ്ക്കുക. പക്ഷേ ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ളൊരു മറുവാദം പ്രതിഭാഗം ഉന്നയിക്കും. കാരണം പൾസർ സുനി ഒഴികെയുള്ള മറ്റ് പ്രതികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് തങ്ങൾ ഈ ബലാത്സംഗം ചെയ്തിട്ടില്ല, അതിന് പിന്തുണ നൽകുക മാത്രമാണ് ചെയ്തത്. അത് പക്ഷേ ബലാത്സംഗ കുറ്റമായിട്ട് പ്രോസിക്യൂഷൻ വ്യാഖ്യാനിച്ചു എന്നുള്ളൊരു വാദമായിരിക്കും പൾസർ സുനി മറിച്ച്, അതായത് പൾസർ സുനി ഒഴിച്ചുള്ള മറ്റ് പ്രതികൾ ഉന്നയിക്കുക. എന്തായാലും പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ചവരാണ്. അവർക്കെതിരെയുള്ള ക്രിമിനൽ ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതോടൊപ്പം തന്നെ കൂട്ട ബലാത്സംഗം, IT ആക്ട് പ്രകാരമുള്ള 67A, വകുപ്പ് 67A, അതോടൊപ്പം തന്നെ 66E ഇതുൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത്. ദിലീപിനെ ഉൾപ്പെടെ 4 പ്രതികളെയാണ് വെറുതെ വിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഏതു വിധത്തിലാണ് പ്രതികൾക്കെതിരായിട്ടുള്ള ഗൂഢാലോചന അത് തെളിയിക്കാൻ സാധിക്കാതിരുന്നത്, പ്രോസിക്യൂഷൻ എവിടെയൊക്കെയാണ് പാകപ്പിഴവുകൾ ഉണ്ടായിട്ടുള്ളത്, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തത വരണമെങ്കിൽ വിധി പകർപ്പ് ലഭിക്കണം. എന്തായാലും ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇപ്പോഴും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം പ്രതികളെ കൊണ്ടുവരുന്ന സമയത്ത് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പഴുതടച്ചുള്ള ഒരു സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ദിലീപിനെ അന്ന് കൊണ്ടുവരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആരാധകരും പൊതുജനങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നത്, അന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്രത്തോളം പ്രശ്നങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല. ഈ 6 പ്രതികളെയും ജയിലിൽ നിന്ന് ഇവിടെ എത്തിക്കും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. ഒപ്പം തന്നെ ശിക്ഷയിന്മേൽ ഏതു വിധത്തിൽ കാര്യങ്ങൾ അന്തിമ തീരുമാനം എടുക്കണമെന്നുള്ള ഒരു കാര്യത്തിൽ പ്രോസിക്യൂഷനും മറുവാദം എന്നുള്ള ഇതിൽ പ്രതിഭാഗവും വാദങ്ങൾ ഉന്നയിക്കും. ഒപ്പം തന്നെ ഈ പ്രതികളുടെ ഭാഗം കൂടി കേൾക്കുക, അതായത് പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ജഡ്ജി അവരോട് ചോദിക്കും. അവർ സ്വാഭാവികമായിട്ടും പറയുക തങ്ങൾക്ക് ശിക്ഷയിൽ ഇളവ് വേണം, പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എന്നുള്ള വാദങ്ങളായിരിക്കാം പ്രതികൾ പറയുക. അതും കൂടി കേട്ട ശേഷമായിരിക്കും ഒരു ശിക്ഷാവിധിയിലേക്ക് കടക്കുക. സാധാരണ രീതിയിൽ ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ഈ വിധി പ്രസ്താവം ഉണ്ടായേക്കും. ഒരുപക്ഷെ മറ്റൊരു ദിവസത്തേക്കും മാറ്റാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും 11 മണിക്ക് തന്നെ ഈ കോടതിയുടെ നടപടികൾ ആരംഭിക്കും. അമൽ, രേഷ്മ, അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെ ദിലീപ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നൊരു വാർത്ത ലഭിച്ചിരുന്നു. അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻസ് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ? അമല്, ഈ ഒരു ശിക്ഷാവിധിയുടെ പകർപ്പ്, അതിൻ്റെ വിധി പ്രസ്താവം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പകർപ്പ് ലഭിച്ച് അതിനുശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് തങ്ങൾ കടക്കുകയുള്ളൂ എന്നാണ് ദിലീപിൻ്റെ അഭിഭാഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് തനിക്കെതിരെ ഒരു ഗൂഢാലോചന ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കേസിൽ വെറുതെ വിട്ടതിന് ശേഷം ദിലീപ് പുറത്തിറങ്ങി ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ ക്രിമിനൽ ഗൂഢാലോചന ഉന്നയിച്ചത് തൻ്റെ മുൻ ഭാര്യയായിട്ടുള്ള മഞ്ജുവാണ്. ആ സമയം മുതലാണ് തനിക്കെതിരായിട്ടുള്ള ഗൂഢാലോചന ആരംഭിച്ചത് എന്നുള്ള
ഒരു പ്രതികരണമായിരുന്നു മാധ്യമങ്ങളോട് ഈ 8 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ദിലീപ് നടത്തിയത്. അത് മാത്രമല്ല മറ്റു ചില സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ആക്ഷേപങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും പോലീസിലെ ക്രിമിനൽ സംഘവും തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു മറ്റൊരു ആക്ഷേപമായിട്ട് ദിലീപ് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി അടക്കം സമീപിച്ചുകൊണ്ട് ചില നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അങ്ങനെ വരണമെങ്കിൽ തന്നെ ശിക്ഷാവിധിയുടെ പകർപ്പ് ലഭിക്കണം. ഏത് വിധത്തിലാണ്, സംശയത്തിന്റെ ആനുകൂല്യത്തിലാണോ സംശയാതീതമായിട്ടാണോ ദിലീപിനെ വെറുതെ വിട്ടതെന്നുള്ള കാര്യത്തിൽ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ച് അതിലെ വിലയിരുത്തലുകൾ നടത്തിയ ശേഷമായിരിക്കും ദിലീപിന്റെ അഭിഭാഷകർ മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് തനിക്കെതിരായിട്ടുള്ള ഗൂഢാലോചന അത് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും നടപടികളിലേക്ക് കടക്കുക. അമൽ, ശരി. നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്കെതിരായ ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷും രേഷ്മയും.